يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രപഞ്ചത്തിന് അനുഗ്രഹമായി സമ്മാനിച്ചിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. തിരുദൂതരുടെ പേരും പ്രശസ്തിയും സീമയ്ക്കതീതമാം വിധം അല്ലാഹു പുകഴ്ത്തുകയുണ്ടായി. പാരിലും വാനിലും പുണ്യ റസൂൽ കീർത്തിമാനാണ്. വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ കീർത്തി താങ്കൾക്ക് നാം ഉയർത്തി തന്നിരിക്കുന്നു എന്ന നാഥന്റെ വചനങ്ങളെ അനർത്ഥമാക്കി പ്രവാചക ശ്രേഷ്ഠരടങ്ങുന്ന പ്രപഞ്ചജീവികൾ ആ പൂനിലാവിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നു. വിരചിതമായ മൗലിദുകളിൽ പ്രചുരപ്രചാരം നേടിയ മങ്കൂസ് മൗലിദും അഷ്റഖ് ബൈത്തും വചനാർത്ഥ കവനാവിഷ്കാരത്തോടെയുള്ള സമർപ്പണമാണ് റൈഹാൻ. തഴവ അബ്ദുസ്സലാം മൗലവി വിവർത്തനം ചെയ്ത് കൈരളി സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നത് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, SRPM PO, കൊല്ലം ജില്ല. ഫോൺ 0476266356. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ സമാരംഭിക്കട്ടെ. സന്മാർഗത്തിന്റെ നബിയാകുന്ന പൂർണ്ണചന്ദ്രനെ റബീഉൽ അവൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമുക്ക് വാഴ്ത്താം. സർവ്വലോകരെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ് നബി തങ്ങളുടെ പ്രകാശം അല്ലാഹു രൂപകൽപ്പന ചെയ്ത് മുഹമ്മദ് എന്ന് പേരുവച്ചു. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. അല്ലാഹു അവന്റെ തീരുമാനപ്രകാരം പ്രവാചക ദീപ്തിയെ അന്ത്യവാസരത്തിലേക്ക് നിയോഗിക്കുകയും ഒരാളും ധരിച്ചിട്ടില്ലാത്ത അഴകിന്റെ വസ്ത്രം കൊണ്ട് ആവരണമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ചന്ദ്രനെയും ധ്രുവതാരങ്ങളെയും വെല്ലുന്ന വദനലാവണ്യത്തോടെ നബി തിരുമേനി പ്രസവിക്കപ്പെട്ടു. ألا هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. ആദം നബി തവസ്സുലാക്കുകയും താൻ അവരുടെ താതനെന്ന് അഭിമാനിക്കുകയും ചെയ്ത പുണ്യപുരുഷനത്രേ ഇത്. നബി തങ്ങളെ സ്മരിച്ച് നൂഹ് നബി ഇസ്തിഗാസ നടത്തിയപ്പോൾ അപകടത്തിൽ നിന്നും മോചിതരായി. അഗ്നിക്ക് പാത്രീഭവിച്ചപ്പോൾ നബി തങ്ങളുടെ പ്രകാശം മുതുകിലുള്ളതിനാൽ തീ കെട്ടുപോവുകയും ഇബ്രാഹിം നബി രക്ഷപ്പെടുകയും ചെയ്തു. ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا.
നബി തങ്ങളുടെ ഗർഭസ്ഥകാലത്ത് മാതാവായ ആമിന ബീവിക്ക് മാലാഖമാരിൽ നിന്നും സഹായം ലഭ്യമായിരുന്നു. പ്രവാചക സംഘം മഹദിയുടെ ചാരത്തെത്തുകയും വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനെ പ്രസവിച്ചാൽ ആ തേജസ്സിന് മുഹമ്മദ് എന്ന് പേര് വയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹു തആല പറയുന്നു, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു മാർഗദർശകൻ അവതരിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവരാണ്. മുഅ്മിനുകളോട് കരുണാമയനും ദയാവത്സലനുമാണ്. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم ب2000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 സംവത്സരങ്ങൾക്കപ്പുറം അജയ്യനും ഉന്നതനുമായ അല്ലാഹു സമക്ഷം ഞാനൊരു തൂമരേണുവായിരുന്നു. ആ പ്രകാശവും തദ്വാര മാലാഖമാരും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار. അങ്ങനെ അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ കളിമണ്ണിലേക്ക് സന്നിവേശിപ്പിച്ച് ആദം നബിയുടെ മുതുകിലായി എന്നെ പാരിലേക്കിറക്കി. പിന്നീട് നൂഹ് നബിയുടെ മുതുകിലായി കപ്പലിലും ഇബ്രാഹിം നബിയെ തീയിലെറിയപ്പെട്ട അവസരം അവരുടെ മുതുകിലും നാഥൻ എന്നെ സൂക്ഷിച്ചിരുന്നു. ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. അഭിമാന ഗോപുരങ്ങളായ ഉറവിടങ്ങളിൽ നിന്നും സദ്വൃത്ത മഹിളകളുടെ പ്രസൂതങ്ങളിലേക്ക് എന്റെ റബ്ബ് എന്നെ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ മാലിന്യമുക്ത മാതൃകാ ദമ്പതികളിലായി അല്ലാഹു എനിക്ക് ജന്മസാഫല്യമേകി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي.
അറബി ജനതാ തോഴരെ മക്കി ശുപാർശകരെ തണി അഹദവന്റെ സലാം സ്വലാത്തുണ്ടാകട്ടെന്നും പൂമണി. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. താരഗണമിൽ വന്നുദിച്ചൊരു ചന്ദ്രനോ നബി തങ്ങളെ താവക പ്രഭവിതുവീനേം വെല്ലുന്നതാവൻ തിങ്കളെ. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ജനഗണംബികമാരിലുപരി നന്മ പൂക്കും സൂനമാ ജഗമീലിത് പോലൊരാളും അമ്പിയാക്കളിലുത്തമാ. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. നിർമ്മലം നിറയും ശുപാർശയിലൂടെ മോചനമേകുവാൻ നിഖിലരിൽ നബി മാത്രമാണി അമീന മോൻ ഭാഗ്യവാൻ. ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. പാപ പങ്കില നൗകവാഹനമിൽ സവാരി നടത്തി ഞാൻ പാവന പറുദീസയാക്കണമെൻ മാനം നബി ധന്യവാൻ. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. മമ കിതാബിനെ നൽകുമാദിനം ഹൗദുൽ കൗസർ നുകരുവാൻ മർഹബാ നബിയേ ഗണേ തുണ ദാഹമൊക്കെ ശമിക്കുവാൻ. الشفاعة هب لنا في القيامة مشفقا ولنا إن ضاع يا سيدي خير النبي. അന്ത്യനാളിലെ ശരണമായ ശുപാർശ കനി നബി തങ്ങളെ അതു ലഭിച്ചില്ലെങ്കിലെന്നും അല്ലലാ പൂന്തിങ്ങളെ. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. തൂകണേ നീ മന്നവാ നബിയിൽ അനുഗ്രഹ കേദകം തൂമ തൂകും കാലമെല്ലാം അമ്പരത്തിൽ താരകം. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. اللهم صل وسلم وبارك عليه. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان
ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള എന്നവരിൽ ഗോപ്യമാക്കി സൂക്ഷിച്ച ജ്യോതിർരത്നത്തെ മാതാവായ ആമിന ബീവിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ജഗന്യ അന്താവ് റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിൽ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ റിളുവാൻ എന്ന മാലാഖയോട് വിജ്ഞാപനമായി. സുവന കവാടങ്ങൾ തുറക്കപ്പെട്ടു. അപ്സരസുകളും കുട്ടികളും അണിഞ്ഞൊരുങ്ങി. സന്തോഷത്തിന്റെ സന്ദേശങ്ങൾ പ്രവഹിച്ചു. പ്രഭാതതാരങ്ങൾ ഉദിച്ചുയർന്നു. അബ്ദുള്ള എന്നവരിൽ സൂക്ഷിച്ചിരുന്ന മാനവ നേതാവിന്റെ തൂമതുള്ളി മഹദി ആമിന ബീവിയിൽ വിലയം പ്രാപിച്ചതായി വിണ്ണുമണ്ണിനിടയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا. നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം പിതാവായ അബ്ദുള്ളയിൽ നിന്ന് മാതാവായ ആമിന ബീവിയിലേക്ക് നീങ്ങിയ സമയത്ത് ആമോദത്താലും ആഹ്ലാദത്താലും അല്ലാഹുവിന്റെ സിംഹാസനം കോൾമയിർ കൊള്ളുകയും അവന്റെ കുർസിയെ മഹത്വപൂരിതവും ഗാംഭീര്യം നിറഞ്ഞതുമാവുകയും ചെയ്തു. ആകാശം പ്രകാശം വർഷിക്കുകയും മാലാഖമാർ തഹ്ലീൽ, ഇസ്തിഗ്ഫാർ മുതലായവയാൽ മുഖരിതരാവുകയും ചെയ്തു. فأصبحت آمنة تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات. ആമിന ബീവിയുടെ നിർഭയ കപോലത്തിൽ പ്രകാശരശ്മികൾ തിലകം ചാർത്തിയതോടെ ഭയാനതകളിൽ നിന്നവർ സുരക്ഷിതയായി. പ്രകാശവിസരണത്തോടെ വിസ്മയങ്ങളുണ്ടാവുകയും പ്രപഞ്ച സൃഷ്ടികൾ മുദദൂത് പരസ്പരം കൈമാറുകയും ചെയ്തു. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى. ശർമ്മത്തിന്റെ റജബിൽ നബി തങ്ങളെ ഗർഭിണിയായപ്പോൾ ഷഅബാൻ മാസത്തിൽ ആമിന ബീവി ആഗ്രഹ സാഫല്യം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. നിന്ദ്യതയും നികൃഷ്ടതയും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട സംശുദ്ധാത്മാവിനെയാണ് മഹദി ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് റമളാൻ മാസത്തോടെ ഭവതിയെ തെര്യപ്പെടുത്തപ്പെട്ടു. അതിമഹത്തായ ആഗ്രഹം സഫലമായെന്ന മാലാഖാ ശബ്ദം ശവ്വാൽ മാസത്തിൽ മഹദി കേൾക്കുകയുണ്ടായി. ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسناء وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم
وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا. മഹത്വത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും തേജസ്സിന്റെയും ഉടമയെക്കൊണ്ട് നീ സന്തോഷിക്കെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുൽഖഅദ് മാസം മഹദിയോട് സ്വപ്നത്തിലൂടെ തെര്യപ്പെടുത്തി. അല്ലാഹുവുമായി സംഭാഷണത്തിന് ഭാഗ്യം സിദ്ധിച്ച മൂസാ നബി അലൈഹിസ്സലാം ദുൽഹിജ്ജ മാസം മഹദി സവിധമെത്തി. മുഹമ്മദ് നബി തങ്ങളുടെ പദവി, ഉയർന്ന സ്ഥാനമാനം എന്നിവയെ സംബന്ധിച്ച് പ്രബോധനം നൽകി. മഹദിയുടെ പ്രസൂതിക സമയം അടുത്തെത്തിയെന്ന് മുഹറം മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. തന്റെ നികേതനത്തിൽ കാരുണ്യത്തിന്റെ മാലാഖമാർ സഫർ മാസത്തിൽ അണിനിരന്നപ്പോൾ വസന്തത്തിന്റെ വാഗ്ദത്ത സമയം വന്നടുത്തതായി ബീവിക്ക് മനസ്സിലായി. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفاء ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة أمر الولادة وحان بروز شمس السعادة. റബീഉൽ അവൽ പിറന്നപ്പോൾ താരാപഥവും അവനീതലവും പ്രകാശിക്കുകയും കഅബ ഷരീഫും സഫാ ശൈലവും തിളങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രസൂതികാ സമയം അടുത്തെത്തി. വിജയവിളംബരം പുറത്തായി. ആമിന ബീവിക്ക് പ്രസവം സങ്കീർണമായി. വിജയത്തിന്റെ രവിരശ്മി പ്രകടമായി. تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا وإذا بطائر أبيض قد سقط من الهواء فمر بجناحيه على بطن آمنة مسرعا فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. സത്യമതത്തിന്റെ തൂമ ബിന്ദുക്കൾ മിന്നിത്തിളങ്ങുകയും നബി തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ വൈജയന്തികൾ പാറിപ്പറക്കുകയും ചെയ്തു. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച രാവിൽ അമ്പരത്തിൽ നിന്നും ഒരു ധവളപത്രി പറന്നുവന്ന് ആമിന ബീവിയുടെ ഉദരത്തിൽ ചിറകുകൊണ്ടമർത്തിയപ്പോൾ ബീവിക്ക് പ്രസൂതിജമുണ്ടായി. അന്നേ ദിനം ഉണ്മപ്രഭാതത്തിൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ പ്രവാചകന് ബീവി ജന്മം നൽകുകയും ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. നബി തങ്ങൾ
ഞങ്ങളിൽ ഗുണം ചെയ്യണേ യാ റബ്ബനാ. നരകാവി മോചകരാണ് നാളെ നബിയൂനാ. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. പടനായകൻ പരമപ്രിയൻ ജനിക്കുന്നേ, പരക്കുന്നു തിട്ട് കാബോലമിൽ നിന്നേ. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീലൂറക്കെ മുഴക്കി അബദാനങ്ങളാ, ചിതനാണീദഹ്മദ് പ്രഭ വിളങ്ങും തങ്ങളാ. ഹാദാ കഹീലു തർഫി ഹാദൽ മുസ്തഫ ഹാദാ ജസീലുൽ വസ്ഫി ഹാദാ സയ്യിദു. നേത്രങ്ങളിൽ നബി മുത്ത് സുറുമ വരച്ചതാ, നേതൃത്വമാൽ വർണ്ണിച്ച ജേതാവും ഈദാ. ഹാദാ ജമീലുൻ നഅതി ഹാദൽ മുർതളാ ഹാദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു. ഊദാത്തവും ഉത്കൃഷ്ടവും മേളിച്ചതാ, ഉത്ഫുല്ല വദനമതുല്യ നാം നബി മുത്തീദാ. ഹാദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസുൻ വനഫായിസുൻ ഫനദീറുഹു ലാ യൂജദു. അഴകും ആലങ്കാരങ്ങളും തിരുവസനമാ, അഖിലം മൂത്തും നമിക്കുന്നു തിരുനബി സവിധമാ. ഖാലത് മലായികതു സമായി ബിയസ്രിഹിം വുലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. മാനത്തിയിലെ മാലാഖമാർ പറയുന്നേ, മാൻപുറ്റ മുത്ത് ഹബീബിദാ ഊദിക്കുന്നേ. ബുശ്റാലി ഉമ്മത്തി ബിറുയതി വജ്ഹി ഹാദാ ഹുവൽ ജാഹുൽ അസീമുൽ അസ്യദു. ആ തിരുമുഖം ദർശിച്ചവർക്കാനന്ദമാ, ആ പാദ ചൂടം ഭാഗ്യമെന്നും ലഭ്യമാ. വലദത്തു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. പ്രസവിച്ചു മാർഗം ചെയ്ത് സുറുമാനേത്രമിൽ, പ്രസിദ്ധമായ ഹദീസുമുണ്ടേ ലക്ഷ്യമിൽ. സ്വല്ലാ അലൈക്കല്ലാഹു യാ അലമൽ ഹുദാ മാനാഹ ത്വയ്റുൻ ഫിൽ ഉസൂനി യുഗർരിദു. മാനേശീൽ നീ റബ്ബനാ ചൊരി നന്മകൾ, മരച്ചില്ലയിൽ പാടുന്ന കാലം പറവകൾ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. اللهم صل وسلم وبارك عليه. وروي أن آمنة رأت حين وضعته صلى الله عليه وسلم
نورا أضاء له قصور بصرى من أرض الشام. നബി തങ്ങളെ പ്രസവിച്ചപ്പോൾ ഷാം രാജ്യത്തുള്ള കിസ്ര കൊട്ടാരങ്ങൾ പ്രകാശിക്കുന്ന കാഴ്ച ആമിന ബീവി കണ്ടതായി പ്രസ്താവിക്കപ്പെടുന്നു. وروي أن آمنة قالت لما وضعته مددت عيني لأنظر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا مناد ينادي أخفوه عن أعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر. അവർ പറയുകയാണ്, പ്രസവാനന്തരം കുഞ്ഞിനെ കാണാൻ ഞാൻ ചുറ്റുപാടും നോക്കി. ഫലം നാസ്തി. അല്പം കഴിഞ്ഞപ്പോൾ സുറുമ വരച്ച നേത്രദ്വയവുമായി എണ്ണ പാകിയ പൊന്നുടലുമായി ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി മിനുസമുള്ള ധവളപ്പട്ടിൽ പൊതിയപ്പെട്ടവരായി പരിസരം സുഗന്ധപൂരിതമാക്കി വിശാല ഹാളിലെ ചെറുമുറിക്കകത്തത പള്ളികൊള്ളുന്നു. കൊതി തീരാതെ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോൾ ജനദൃക്കിൽ നിന്ന് കുഞ്ഞിനെ നിങ്ങൾ ഗോപ്യമാക്കുക എന്നാരോ വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടു. കുഞ്ഞിന്റെ തിരോധാനവും സാന്നിധ്യവും നൈമിഷികമായിരുന്നു. ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم أقمار وفي يد أحدهم إبريق من الفضة ومع الآخر تشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطبية فنشرها فإذا هي خاتم يحير أعين الناظرين من شدة نوره. حمل ابني وناوله لصاحب الطشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحب اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. ഞാൻ എന്റെ പൈതലിന്റെ വിഷയത്തിൽ പരിഭ്രമിച്ചിരിക്കുമ്പോൾ ചന്ദ്രമുഖികളായ 3 ആളുകൾ എന്റെ ചാരത്തെത്തി. ഒന്നാമന്റെ കയ്യിൽ രജതഗളന്തിക, രണ്ടാമന്റെ കയ്യിൽ പച്ച ഗോമേതകത്തളിക, മൂന്നാമന്റെ കയ്യിൽ ചുരുട്ടപ്പെട്ട വെള്ളപ്പട്ട്. പട്ട് നിവർത്തിയപ്പോൾ അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സാർന്ന ഒരു മുദ്ര. ശേഷം പട്ടുടമ എന്റെ പൂമകനെ എടുത്ത് തളികയുടമയെ ഏൽപ്പിക്കുകയും ഞാൻ നോക്കി നിൽക്കെ അദ്ദേഹം കിണ്ടിവെള്ളം കൊണ്ട് 7 പ്രാവശ്യം കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് തളികയുടമ പട്ടുടമയോട് ഇപ്രകാരമരുളി: ഈ ശിശുവിന്റെ ഇരുചുമലിനിടയിൽ നബിത്വ പരിസമാപ്തി കൊണ്ട് മുദ്രണം ചെയ്യുക. ഈ കുട്ടി അന്ത്യപ്രവാചകനും ആകാശഭൂനിവാസികൾക്കാകമാനം നേതാവുമാണ്. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمدت قبل ذلك ب1000 عام وارتج إيوان كسرى وسقطت منه 14 شرافة وغاضت بحيرة ساوة وأصبحت أصنام الدنيا كلها منكوسة
ورميت الشياطين من السماء بالشهب الثواقب وانبلج صبح الحق وبطل ما كان يعمله كل كاذب. 2000 വർഷമായി പേർഷ്യക്കാർ ആരാധിച്ചു വന്നിരുന്ന അണയാത്ത അഗ്നി തിരുജന്മരജനിയിൽ ആളിക്കത്തി അണഞ്ഞുപോയി. കിസ്ര ചക്രവർത്തിയുടെ കോട്ടകൊത്തളങ്ങൾ പ്രകമ്പനം കൊള്ളുകയും അതിലെ 14 മേടകൾ ഇടിഞ്ഞു വീഴുകയും സാവ ജലാശയം വറ്റിപ്പോവുകയും ചെയ്തു. പ്രപഞ്ചത്തിലെ സമസ്ത ബിംബങ്ങളും തല കീഴായി മറിഞ്ഞു വീഴുകയും തുളച്ചുകയറി കരിച്ചുകളയുന്ന ചെങ്കോൽ കൊണ്ട് അമ്പരത്തിൽ നിന്ന് പിശാചുക്കളെ എറിയപ്പെടുകയും ചെയ്തു. സത്യപ്രഭാതം പൊട്ടിവിടരുകയും കള്ളവാദങ്ങൾ തമസ്കരിക്കപ്പെടുകയും ചെയ്തു. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فأنكروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم فلما رأوا ذلك أبدوا حزنا وتألما وأصبح العيد الذي كانوا فيه مأتما. മഹാനായ ഉർവത്തിന്റെ മകൻ യഹിയ പ്രസ്താവിക്കുന്നു, ഖുറൈശി പ്രമുഖരിൽ ചിലർ ഒരു ആഘോഷവേളയിൽ തങ്ങൾ ആരാധിക്കുന്ന ഒരു പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ ഒത്തുകൂടി. ആചാരപ്രകാരം അവർ ഒട്ടകത്തെ ബലിയറുത്ത് ഭുജിച്ച് കുടിച്ച് ഭജിച്ച് കളിച്ച് രസിച്ച് വിനയം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ബിംബം മുഖം കുത്തി താഴെ വീണുപോയി. അവർക്കതിനോട് നീരസം തോന്നി. അവരതിനെ പുനഃപ്രതിഷ്ഠിച്ചപ്പോഴും നിന്ദതയോടെ തകിടം മറിഞ്ഞു. പുനഃപ്രതിഷ്ഠാ ചടങ്ങ് 3 തവണ ആവർത്തിച്ചെങ്കിലും ഫലം നാസ്തി. തദ്വാര അവരുടെ ദുഃഖവും വേദനയും ക്ഷതഗുണീഭവിച്ചു. അങ്ങനെ അവരുടെ പെരുന്നാൾ സുദിനം അനുശോചനാ ദിനമായി പരിണമിച്ചു. فقال عثمان بن الحويرث ما له قد أكثر التنكس إن هذا لأمر حدث وأنشد وقلبه يصلى بالنار. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹുവൈരിസിന്റെ മകൻ ഉസ്മാൻ പറഞ്ഞു, ദാരുണമായ ഈ സംഭവത്തിന് തീർച്ചയായും ഏതോ പുതിയ സംഭവമാണ് നിദാനം. എരിഞ്ഞമരുന്ന വേദനയോടെ അദ്ദേഹം ചില കവിതകൾ ചൊല്ലാൻ തുടങ്ങി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. സലാമും സലാത്തും സ്വാഗതം പുണ്യപൂമണി സദാചാര നായകരായി ഊതി
സ്നേഹിച്ചുള്ള കൺമണി يا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب നിനക്കെന്ത് സംഭവിച്ചിന്നു പെരുന്നാൾ ബിംബമേ നീ വേദനിക്കുവാനാരാധ്യ വൃന്ദം തിടുക്കമേ تنكست مقلوبا فما ذاك قل لنا فمن حزننا قد رت العير بسحبي മോഹം കുത്തി വീഴാൻ കാരണമെന്ത് ബിംബമേ മൂരളുന്നു താവൂരു ഞങ്ങളിൽ കണ്ടു ദുഃഖമേ فإن كنت من ذنب آتينا فإننا نبوء بإقرار ونلوي عن ذنبي അനർത്ഥങ്ങളിൽ മരുവുന്നാരാധ്യരെങ്കിലേ അതൊക്കെ പൊറുക്കാൻ തൗബ ചെയ്യുന്നു നിന്നിലേ وإن كنت مغلوبا ونكست صغيرا فما أنت في الأوثان بسيد ربي അതല്ല പരാജയമേറ്റു നീ തോറ്റെങ്കിലേ അല്ലല്ല നീ നേതാവ് ബിംബങ്ങളിലൊന്നിലേ تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب ജനിച്ചു റസൂലുള്ളാഹി അതു തന്നെ കാരണം ജഗത്തിൽ പ്രകാശം തൂങ്ങി നിൽക്കുന്നുണ്ട് തോരണം ونار جميع الفرس قد خمدت له وقد بات شاه الفرس في أعظم الكرب ഈറാൻ ദേശമിൽ ജ്വലിക്കുന്ന അനലൻ നീലക്കലായി ഇരുൾ മൂടി രാജാവിന്റെ പരിദൂഷ്ടിയും നീങ്ങലായി فيا لقصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل رحبي അനാചാരമിൽ നിന്നും മടങ്ങൂ പൂസയ്യരെ അനായാസമിസ്ലാം സ്വീകരിക്കൂ സഹോദരേ صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية اللهم صل وسلم وبارك عليه. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك قال سميته محمدا فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء. അഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് പ്രസ്താവിക്കുന്നു, നബി തങ്ങളെ പ്രസവിച്ച 7-ാം ദിവസം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുട്ടിക്കു വേണ്ടി അക്കീക്കയും മറ്റു ചടങ്ങുകളും നടത്തുകയും ഖുറൈശികളെ ക്ഷണിച്ച് സൽക്കരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് ശേഷം അബ്ദുൽ മുത്തലിബിനോട് ആഗതർ ചോദിച്ചു, കുട്ടിക്കെന്താണ് നിങ്ങൾ പേരിട്ടത്? അദ്ദേഹം പ്രതിവചിച്ചു, മുഹമ്മദ്. പൂർവികരുടെ പേരുകൾ വിഗണിച്ച്
മറ്റൊന്നിലേക്ക് ചേക്കേറിയിരിക്കുന്നതായി ആതിഥേയർ അഭിപ്രായപ്പെട്ടപ്പോൾ, പ്രപഞ്ച സൃഷ്ടികൾ ഈ കുട്ടിയെ പുകഴ്ത്തണമെന്നാണ് ഞാൻ ആശിക്കുന്നതെന്ന് അബ്ദുൽ മുത്തലിബ് പ്രത്യുത്തരമേകി. മുഹമ്മദൻ സമ്മൗ നബിയ്യൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشرقت شمس الضحى في ذلك السعد محمد എന്നവർ പേര് വച്ചു റസൂലിനെ ജനമഖിലരിൽ നബി തന്നെ ഹംദിനർഹന് അല്ലാഹുവേ ഗുണമേക് മുത്തു നിലാവിന് ഒളിയുള്ള കാലം താരപഥമിൽ സൂര്യന് فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا. നബി തങ്ങളുടെ രഹസ്യം പ്രകടമാക്കാനും ആ പൂനിലാവിന്റെ പ്രതിഭാനമാൽ പ്രപഞ്ചം പ്രകാശിക്കാനും സമയമായപ്പോൾ നബി തങ്ങളുടെ ബറക്കത്തുകളിൽ സായുജ്യമടഞ്ഞ് ആമിന ബീവി സ്വഗൃഹത്തിൽ ഏകാന്തയായി ഇരിക്കുകയായിരുന്നു. തന്റെ ഭവനം പ്രകാശം പൊഴിക്കുന്നതും ആമോദവും ആഹ്ലാദവും തന്നെ പൊതിയുന്നതും മാലാഖമാരും അപ്സരസ്സുകളും തനിക്ക് സ്വാഗതമരുളുന്നതും പക്ഷിപറവാദികൾ വീടിനു ചുറ്റും പറക്കുന്നതും കണ്ടപ്പോഴല്ലാതെ പ്രസൂതികാ സമയം ആമിന ബീവി അറിഞ്ഞതേയില്ല. ഹബീബായ നബിയുടെ ആഗമനം പ്രമാണിച്ച് തിങ്ങിക്കൂടിയ മാലാഖമാരുടെയും അപ്സരസ്സുകളുടെയും നേരിയ ശബ്ദം ബീവിക്ക് കേൾക്കാമായിരുന്നു. അല്ല, സമസ്ത ലോകത്തിനും നേതാവ് വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെങ്ങനെയത് ബീവി കേൾക്കാതിരിക്കും? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിഖുനാ അല്ലാഹു റാസിഖുനാ ഖാലിലിൽ ഹജാതി മൻ തലബാ. ഖാലിഖുനാ അല്ലാഹു റാസിഖുനാ ഖാലിലിൽ ഹജാതി മൻ തലബാ. സൃഷ്ടാവും ദാതാവുമായവനേ, സൃഷ്ടിവാഞ്ച തരും ദായകനേ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി. തീർച്ച നബി തിരുമേനി സാന്നിധ്യത്താൽ തീരെ ദീപം വേണ്ട തേജസ്സിനാൽ. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമ യഅ്തിൻ നാസു ബിൽ ഹുജജി. ലക്ഷ്യമാണേ ഞങ്ങൾക്കാവദനം, ലക്ഷം സമുദായം വരും സുദിനം. വമരിളൻ അന്ത സൈറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി. അങ്ങ് രോഗം കാണുവാനായി ചെന്നാൽ അല്ല ശിഫയാക്കുന്നതാ ധൃതിയാൽ.
فاز من قد كنت بغيته وسما في يرفع الدرج മുത്ത് നബിയെ ആര് കൊതിച്ചാലും മൂകിലാണേ ആരെതിർത്താലും باذلا في الحب مهجته سامحا بالروح والمهج അവൻ ദേഹവും ദേഹിയും തരുന്നേ അച്ഛ സ്നേഹവും താണ്ടി അവൻ വരുന്നേ يا كريم الجود راحته فكفيت البحر واللجج ധർമാപാണികളുള്ള തിരുനബിയേ ധന്യവാരിധി വെല്ലുവാൻ മതിയേ أنت منجينا من الحرق من لهيب النار والأجج പാവകനിൽ നിന്നീ പാവങ്ങളെ പാലനം ചെയ്യുന്നവൻ തിങ്കളെ ذنبنا ما حيل يمنعنا من ظروف الدمع والعجج പാപമഖിലം നീക്കും പൂമണിയേ പാപി ക്രന്ദനമാണ് ഇരുമിഴിയേ حبكم في قلبنا محب من رأين الذنب والحرج പുണ്യപ്പൂമണിമേനിയനുരാഗം പുഞ്ചപാപം നീക്കുമാതിവേഗം صبكم والله لم يخيب لكمال الحسن والبهج ഇച്ഛാഭംഗം അന്യം പ്രേമിയിലേ ഇമ്പപ്പൂമലരിന്റെ മകുടത്തിലേ إننا نرجو لشافعنا لصلاح الدين والنهج മാർഗമതം ഋജുവാക്കണേ നബിയേ മാന്യമെല്ലാം തീർക്കണേ തണിയേ وهو نجانا من البلوى طيبه في العالم الأرج ആപത്തെല്ലാം തീർത്തതും കനിയാ ആശുകം സൗഗന്ധ പൂമ്പോടിയാ ربي وارزقنا زيارته قبل قبض الروح والخرج നാദാറൗള സിയാറത്തിൽ തുണക്കൂ നാദം തീരും മുമ്പ് നീ വീതിക്കൂ صلي يا ربي على الهادي لسبيل الحق والفرج നീ ഗുണം ചെയ്യണമേ നബി നീ തൂക്കം നോക്കിടാതുലകി خالقنا الله رازقنا قاضي للحاجات من طلبا اللهم صل وسلم وبارك عليه. قال علي بن زيد رحمه الله تعالى: كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم، فقال لي ذلك الذمي: لم تفعل في هذا الشهر دون غيره؟ فقلت: فرحا بمولد رسول الله صلى الله عليه وسلم، لأنه ولد في هذا الشهر فجعل يهزأ بي فعز علي ذلك، ووجدت من ذلك أمرا عظيما. സയ്യിദിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റബീഉൽ അവൽ മാസത്തിൽ നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുകയും തുടർന്ന് അഗതികൾക്ക് ഭക്ഷണമൂട്ടുകയും ചെയ്യുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതായിരുന്നു. എന്റെ അയൽവാസി ഒരു അമുസ്ലിമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതര മാസങ്ങളെ അപേക്ഷിച്ച്
റബീഉൽ അവ്വലിൽ നിങ്ങൾ ഇങ്ങനൊരു കർമ്മപരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഔചിത്യമെന്താണ്? ഞാൻ പറഞ്ഞു, നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത് ഈ മാസത്തിലാണെന്ന സന്തോഷം കൊണ്ട്. മറുപടി കേട്ടപ്പോൾ അയാൾ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ഞാൻ ദുഃഖകയത്തിൽ നിപതിച്ചു. എന്നാൽ തദ്വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മഹാത്ഭുതത്തിന് ഞാൻ സാക്ഷിയായി. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك فأخبرته بخبري مع الذمي فقال لا تحزن فإنه يأتي إليك غدا وهو مؤمن. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ നബി തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ വൃത്താന്തമന്വേഷിച്ച നബി തങ്ങളോട് അയൽക്കാരനുമായുണ്ടായ സംഭവം വിശദീകരിച്ചു. നബി തങ്ങൾ അരുളി, നീ വ്യാകുലപ്പെടേണ്ട. കാരണം അദ്ദേഹം മുഅ്മിനായി നാളെ നിന്റെ സവിധമിലെത്തുന്നതാണ്. قال فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي وصحب المدامع قد جرت على خدي وإذا بالباب يطرق والذمي يقول افتح فقد زال صدى قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي. ഞാൻ ഞെട്ടിയുണർന്നു. ആനന്ദതുന്തിലനായി അശ്രുഗണങ്ങൾ കപോലങ്ങളെ ഈറനണിയിച്ചു. നബി തങ്ങളുടെ വാഗ്ദത്ത സാഫല്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായി. അപ്പോൾ അതാ ആരോ വാതിലിൽ മുട്ടുന്നു. ആ മാന്യദേഹം തന്നെ. തുറക്കൂ സുഹൃത്തേ, തീർച്ചയായും എന്റെ ഹൃദയമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയങ്കരനായ നബി തങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ രജനിയിൽ ഞാനും അത് ആസ്വദിച്ചിരിക്കുന്നു. قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته. ഞാൻ വാതിൽ തുറന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം കയറി വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്ത് സംഭവിച്ചു? അദ്ദേഹം പ്രത്യുത്തരമേകി, മുഖപ്രസന്നതയുള്ളതും സൗഗന്ധമുറ്റതും ഗാംഭീര്യം നിറഞ്ഞതും നേർത്തുനീണ്ട പുരികങ്ങളുള്ളതും കോമളവദനനുമായ ഒരു മഹാ തേജസ്വിയെ ഞാൻ ഇന്നലെ രാത്രി കിനാവ് കണ്ടു. അദ്ദേഹത്തിന്റെ വചനത്തിൽ വശ്യത, നിശബ്ദതയിൽ മാന്യത, മൊഴികളിൽ മധുരിമ. കണ്ടാൽ ഇതാണ് പൂർണ്ണേന്ദു എന്ന് താങ്കൾ പറയും. കസ്തൂരി അമ്പറും പരിമളം പരത്തിയാണ് പ്രയാണം. ആനന്ദചാരുതയ്ക്കും സുഗന്ധപൂരിതയ്ക്കും ബാഹുല്യമേകിയതെന്താണാവോ? فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين
ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أن تموت غدا ഞാൻ ആ പൂന്തിങ്കളിന്റെ ബാഹുപല്ലവങ്ങളിൽ മുത്തമർപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ആ മഹാമനീഷി എന്നോടാരായുകയാണ്, താങ്കൾ എന്റെ മാർഗം അവലംബിക്കാത്ത അവസ്ഥയിൽ എന്റെ പാണീചുംബനം അനൗചിത്യമല്ലേ? ഉടനെ ഞാൻ ചോദിച്ചു, ഭവാൻ ആരാണ്? അങ്ങയുടെ ബഹുമതിയാൽ എന്നെ അല്ലാഹു കടാക്ഷിക്കുമാറാകട്ടെ. അവിടുന്ന് അരുളി, ഞാനാണ് പ്രപഞ്ചത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട മാർഗദർശകനും ആദ്യന്തം വരെയുള്ളവർക്ക് നേതാവും അന്ത്യപ്രവാചകനും സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ദൂതനുമായ മുഹമ്മദ്. കാലവിളംബമന്യേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഞാൻ ഉദ്ഘോഷിച്ചപ്പോൾ അവിടുത്തെ യുഗ്മഹസ്തമെനിക്ക് പ്രസാദിക്കുകയും അവിടുന്ന് എന്നെ പരിരംഭണം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് കാണിച്ച സുവനവും കൊട്ടാരവും എനിക്ക് വാഗ്ദത്തമേകി. ഞാൻ അതിന് തെളിവാരാഞ്ഞപ്പോൾ നാളത്തെ താങ്കളുടെ മരണമെന്ന് പ്രവചിച്ചു. قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يطرق وقائل يقول അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ആരോ കതകിന് മുട്ടുന്നു. അയാൾ പാടുകയാണ്, إن كنت أنت حظيت يوما باللقاء زال الجفا عنا وقد زال الشقاء തിരുദർശനം സായുജ്യമായി നിനക്കെങ്കിലേ വഴക്കും പാരാജയ ഭീതി ഒഴിവായി നമ്മിലേ. فقلت له من هؤلاء قال زوجتي وابنتي قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي عين وإن كان وعدك بقصر فقد وعدنا بقصرين. സമാഗതരായ ഇരുവരെ നോക്കി ഞാൻ എന്റെ അയൽവാസിയായ സുഹൃത്തിനോട് ആരാഞ്ഞു, ആരാണിവർ? എന്റെ ഭാര്യയും മകളും. അദ്ദേഹം മറുപടിയേകി. ഉടൻ അവർ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നുച്ചരിച്ച് പ്രവേശിച്ചു. നിങ്ങളെങ്ങനെ സത്യദർശനത്തിന് സാക്ഷികളായെന്ന അയൽവാസിയുടെ അനുയോഗത്തിന് കാന്താസുതകൾ ഇപ്രകാരം ബോധിപ്പിച്ചു, പ്രഭോ, താങ്കൾ നബിതങ്ങളെ ദർശിച്ച പ്രകാരം ഞങ്ങളും ദർശന സായുജ്യമടഞ്ഞിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് കൊട്ടാരമാണെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ട കൊട്ടാരങ്ങളാണ് വാഗ്ദാനം. قال فمات الرجل في الوقت وفي الغد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. ഈ കഥനം നടത്തുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുകയാണ്, ആ മാന്യ വ്യക്തി തൽക്ഷണവും പിറ്റേന്ന് മകളും മൂന്നിന്റെ അന്ന് ഭാര്യയും പരലോകം പൂകി.
അവർക്കും നമുക്കും അല്ലാഹു കരുണയും കൃപയും കടാക്ഷിക്കട്ടെ. ഞങ്ങളെ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ലയിപ്പിച്ച അല്ലാഹുവേ, നിനക്കാണ് സമസ്ത സ്തുതിയും. അല്ലാഹുവിനെ അനുസ്മരിച്ച് ദിക്ർ ചൊല്ലുന്നവർ ദിക്ർ ചൊല്ലുന്ന സന്ദർഭത്തിലും ദിക്ർ ചൊല്ലാത്ത അശ്രദ്ധാലുക്കൾ ദിക്ർ ചൊല്ലാൻ വിസ്മരിച്ചു പോകുന്ന കാലമത്രയും അല്ലാഹു നബി തങ്ങളിൽ കരുണാമൃതം സന്തതം വർഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാദാ ഗുണം നീ തൂകണേ നബി സത്തിലേ നാളെ ജഹന്നമിൽ നിന്ന് മോചകമുത്തിലേ. അഹ്യാ റബീഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ ആനാമി ബിദിക്രി മൗലിദി അഹ്മദി. അബദാന മാസം ചിത്തമെത്ത തളിർത്തിതാ അനുഗാമികൾ അത് ചർവണം നടത്തുന്നീതാ. ജാഅത് ലി മൗലിദിഹി ശരീഫി ബശായിറൂൻ വഖബാരിഖുൽ ആദാതി ലൈലത മൗലിദി. പ്രസവിച്ച രാവിൽ തോഷണം വേളിവായി പ്രവഹിച്ചു അത്ഭുതവും ദിഗന്ധമിലായി. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹതിഹാ ഉഖൂലുൽ ഹുസദി. ദൃഷ്ടാന്തമാനവധി തങ്ങളിലുണ്ടെന്ന് ദൃഢമായി വൈരികളൊക്കെ സമ്മതിക്കുന്നു. അൽബദ്റു ശുഖ ബിഅംരിഹി വശംസു ഈൻ ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അമ്പിളി പിളർക്കപ്പെട്ടു നബിയുടെ ആജ്ഞയാൽ അരുണൻ തിരിച്ചുദിച്ചന്ന് വീണ്ടും ശോഭയാൽ. വൽ വഹ്ശു വൽ അശ്ജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഹുദി. തിരുസവിധമിൽ നമിക്കുന്നു വന്യമൃഗങ്ങളും തിങ്കൾക്കു വന്ന് സലാം പറഞ്ഞ് തരുക്കൂളും. വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്താ ഇക്തഫ വയസീറു ലം യൻഫദി. ലഘുഭക്ഷണം സദ്യക്കൊരുക്കി നബിയൂനാ ലഭിക്കുന്നതായി സന്തുഷ്ടി വൻ സൈന്യത്തിനാ. വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാ വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി. ഔന്നത്യമാൽ പല പദവികൾ നബിക്കുള്ളതാ ഔദാര്യമാലല്ലാഹു അന്നേകുന്നതാ. ഔ
أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد സ്തുതികീർത്തനം പാടാൻ തുനിഞ്ഞാലിന്ന് സ്തുതി പാടവന്മാർ കൂഴയുമേ അതിൽ ചെന്ന് يا سيد ساداتي جئتك قاصدا أرجو حماك فلا تخيب مقصدي നബി തങ്ങളിൽ കൊതി പൂണ്ട് വന്നവനാണ് ഞാൻ നൽകാതെ ഭാഗ്യം എന്നെ ആട്ടല്ലേ ഭവാൻ قد حل بما قد علمت من الأذى والظلم والضعف شديد فأسعدي അകപ്പേട്ട് പോയ വിപത്തിനെല്ലാം തങ്ങളെ അവസാന പരിഹാരം തരൂ പൂന്തിങ്കളെ മാലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി അനുരാഗമെന്ന വസീലയാണെനിക്കുള്ളത് അതുകൊണ്ട് ഗുണമാനാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഗ്തദി ആവേശികൻ ഞാൻ വന്നിതാ തിരുമുമ്പിലും ആദിത്യമാലാശീർവാദിക്കിരുവീട്ടിലും فعليك منا كل وقت دائما أزكى صلاة مع سلامي سرمدي ചാർത്തട്ടെ നബിയെ ശുദ്ധമായ സ്വലാത്തിനെ ചാരത്ത് ഞങ്ങൾ നേർന്നിടുന്നു സലാമിനെ وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي ബഹുമാന്യരാം നബി അനുചരന്മാരഖിലമിൽ ബന്ധിച്ചിടട്ടെ സലാം സ്വലാത്തും നിത്യമിൽ يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي യാ നബി സലാമു അലൈക്കും യാ റസൂൽ സലാമു അലൈക്കും യാ ഹബീബ് സലാമു അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ശാന്തി സമാധാനമുണ്ടാകട്ടെ നബിയേ റസൂലേ അല്ലാഹുവിൻ്റെ കൃപാകടാക്ഷം തൂകട്ടെന്നും ചാലേ أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور ലോകപ്രതിഭാനമെല്ലാം ഇഷ്ടാന്തമീലാക്കി തങ്ങൾ ദൂതരെ വെല്ലുന്ന കാന്തി മറ്റെങ്ങും കണ്ടില്ല ഞങ്ങൾ أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت بصباح الصدور
കാമനിധി വീതു താങ്കൾ തേജസാൽ തീട്ടേറും തിങ്കൾ ജീവാമൃതവുമാമൂല്യം ചീത്ത ദീപമാണേ തങ്ങൾ യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈനി പാശ്ചാത്യ പൗരസ്ത്യനായ കാനബി സ്നേഹം ഭൂജമേ സ്തുത്യർഹനും നന്മ നേരും യുഗ്മാ ഖിബ്ല ഇമാമേ رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم النشور ആനന്ദ ദർശനം ധന്യ ജീവിതം സമ്മാനിക്കുന്നേ ഹൃദ്യമാം നീഹാരവാരി പാനത്തിനായി പ്രാർത്ഥിക്കുന്നേ رأينا العيس حنت بالسرى إلا إليك والغمام قد ظلت والملا صلوا عليك യാമിനിയാനം കൊണ്ടെന്ന് താവുരു സായുജ്യം പൂകി മേഘം തണലേകി മാല ഗാവൃന്ദം നന്മകൾ തൂകി وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الظبي النفور കണ്ണുനീരാലുഷ്ട്രം വന്നു ഭവ്യതയോടങ്ങു നിന്നെ പേടിച്ചോടി വന്ന ഏണം നീതി തേടി മുന്നിൽ ചെന്നേ حينما شدوا المحامل وتنادوا لي رحيل جئتهم والدمع سائل قلت قف لي يا دليل യാത്ര സാമഗ്രിയൊരുങ്ങി യാനകം മുന്നോട്ട് നീങ്ങി അല്പം നിൽക്കാൻ ഞാനും ചൊല്ലി ലോചനം കണ്ണീരിൽ മുങ്ങി وتحمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل في العشايا والبكور സ്നേഹ സന്ദേശങ്ങളേന്തി നീങ്ങു നീയൻ പ്രേമപ്പൂവേ രാപ്പകൽ റൗളാ ഷരീഫിന്റെ ദിക്കൽ വീശും നിലാവേ യാ നബി സലാമു അലൈക്കും യാ റസൂൽ സലാമു അലൈക്കും യാ ഹബീബ് സലാമു അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وحنين ലോകമെല്ലാം സ്നേഹിക്കുന്നു ശോഭാഗ പോലാ നബിയെ മാനവനിലുള്ള സാധ്യതയനുരാഗവുമായേ في معانيك الأنام قد تبدت حيرين أنت لرسلي ختام أنت للمولى شكور അമ്പരന്നെല്ലാരും തങ്ങളുടെ കാന്തി കണ്ട നേരം അന്ത്യപ്രവാചകരാണേ മൗലയോട് നന്ദി പാരം عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير സാധുകാംക്ഷിക്കുന്നേ നന്മ വൈപുല്യം ദാനം തരേണേ മോദവൃതാദൂദാനങ്ങൾ കന്ന് ശുപാർശ നൽകണേ فأغثني واجرني يا مجير من السعير يا غياثي يا ملاذي في مهمات الأمور
നൽകുന്ന റസൂലേ, എന്നിൽ സഹായം ചൊരിഞ്ഞ് നീക്കണേ അന്നെന്റെ മാലേ. سعد عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فلك الوصف الحسين. പോഹയെ പ്രേമിച്ചോരെല്ലാം നിത്യപ്രേമാദമിലാണ്. നെയ്യിലൂതിച്ചു ശശാങ്കൻ സൗന്ദര്യം പര്യായമാണ്. ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور. ചേണുറ്റ വംശം പിറന്ന മാതാമഹാനായ മുത്തേ, എന്നെന്നും അല്ലാഹു തങ്ങളുടെ മേൽ ചൊല്ലും സ്വലാത്തേ. يا ولي الحسنات يا رفيع الدرجات كفرا عني ذنوبي واغفرا لي سيئاتي. നന്മകൾ പൂക്കും കേദാരം ഉത്കൃഷ്ടരാണി പുന്നാരം, പാപമോക്ഷത്തിൻ കവാടം തങ്ങളിലുൾഫുല്ലപാരം. أنت غفار الخطايا والذنوب الموبقات أنت ستار المساوي ومقيل العثرات. വന്തോഷ കേദാരം തന്നെ ഈ റോസാപ്പൂ നീക്കിടുന്നേ, തെറ്റാവരണം ചെയ്യുന്നേ, കുറ്റമില്ലാതാക്കിടുന്നേ. عالم سري وأخفى مستجيب الدعوات ربي وارحمنا جميعا لجميع الصالحات. ഗുപ്തമറിയുന്നൊരാണേ, ഉത്തരം നൽകും പൂവാണേ, കാരുണ്യം നീയേകിടണേ, റബ്ബെ സൽക്കർമ്മം തരണേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك أعلى الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام، وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع، إنك مجيب سامع
وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അല്ലാഹുവേ നീ സ്വലാത്ത് ചൊരിയണമേ. സ്വലാത്തിന്റെ പ്രതിഫലമായി ഭയാനതകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനമേകുന്നു. സമസ്ത വ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുന്നു. തെറ്റിൽ നിന്നും ഞങ്ങളെ നീ സംശുദ്ധരാക്കുന്നു. ഞങ്ങളുടെ അപരാധങ്ങൾക്ക് നീ മാപ്പേകുന്നു. ഞങ്ങളുടെ അഭിലാഷഗണങ്ങൾ നീ നിറവേറ്റിത്തരുന്നു. തവ സമക്ഷം ഉത്തുംഗ പദവി നൽകി ഞങ്ങളെ നീ അവരോധിക്കുന്നു. ഞങ്ങളുടെ സമഗ്ര നന്മകളും ഉന്നത സോപാനങ്ങളിൽ നീ എത്തിക്കുന്നു. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ നാമവും കൂടാതെ ആദരണീയനായ നിന്റെ പ്രവാചകന്റെയും മഹാത്മാവായ നിന്റെ വലിയന്റെയും പദവികളും മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ദോഷങ്ങൾ പൊറുക്കേണമേ, ദൗർബല്യങ്ങൾ ഗോപ്യമാക്കേണമേ, സ്വഭാവങ്ങൾ നന്നാക്കേണമേ, ഭോജനങ്ങൾ സുഭിക്ഷമാക്കേണമേ, രോഗങ്ങൾ ശിഫയാക്കേണമേ, നൊമ്പരങ്ങൾ സൗഖ്യമാക്കേണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിശിഷ്യ ഈ ഭവനവാസികളിൽ നിന്നും മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷബാധയും കീഴ്പ്പെടുത്തുന്ന മഹാവ്യാധിയും വ്രണപ്പെടുത്തുന്ന പ്ലേഗ് രോഗവും നീ തട്ടിമാറ്റേണമേ. തീർച്ചയായും നീ പ്രാർത്ഥനാശ്രവണനും പ്രത്യുക്തി ശ്രേഷ്ഠനുമാണ്. എല്ലാവിധ പരീക്ഷണങ്ങളും മഹാമാരികളും ഞങ്ങളിൽ നിന്നും നീ നിർമ്മാർജ്ജനം ചെയ്യണമേ. നിന്റെ കോപവർഷത്തിൽ നിന്നും സാംക്രമിക രോഗവിസരണത്തിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരാക്കേണമേ. വൈരികളുടെ വൈരത്തിൽ നിന്നും പൈശാചിക ദുർബോധനത്തിൽ നിന്നും വിഷൂചിക കോളറ മുതലായവയുടെ അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ പ്രകാശധാര കൊണ്ട് തിരശ്ശീല ചാർത്തേണമേ. ഞങ്ങളുടെ കൽമഷ കർമ്മകാരണത്താൽ ശിക്ഷിക്കുകയോ പിഴവുകളാൽ നീ നശിപ്പിക്കുകയോ ചെയ്യരുതേ. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് കാവലും അന്ത്യനാളിലെ ഭീതിഭയാനതകളിൽ നിന്നുള്ള നിർഭയത്വവും അനശ്വര ഭവനവുമാകുന്ന ദിവ ഫിർദൌസിലെ താമസവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. കരുണാവത്സരിൽ കാരുണ്യവാനായ അല്ലാഹുവേ, മുഹമ്മദ് നബി തങ്ങളുടെയും തിരുദൂതരുടെ സൽഗുണരായ കുടുംബക്കാരുടെയും ഉത്തമരായ അനുചരവൃന്ദത്തിന്റെയും മഹിമ കൊണ്ടും സർവോപരി നിന്റെ കാരുണ്യ കടാക്ഷം കൊണ്ടും ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. നീ ഉത്തരം നൽകേണമേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രപഞ്ചത്തിന് അനുഗ്രഹമായി സമ്മാനിച്ചിരിക്കുന്നു.